ഹായ് ഗൈസ്, ഒരു സിമ്പിൾ മാംഗോ പിക്കിൾ റെസിപ്പി കണ്ടാലോ? അതിന് വേണ്ടിയിട്ട് മാങ്ങ അരിഞ്ഞിട്ട് ഉപ്പിട്ട് വച്ചേക്കുന്നതാണ് ഇതിപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കടുവറുത്ത് വയ്ക്കുന്നതാണ്. ആദ്യമേ അതിനായിട്ട് നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. സാധാരണ കടുവറുക്കും പോലെ നമുക്ക് കടുക് പൊട്ടിച്ച് മുളകും കറിവേപ്പിലയിട്ട് കടുവറുത്ത് വയ്ക്കാം. ഗൈസ്, ഞങ്ങളുടെ ചാനൽ ഗൗരി പാർവതി വ്ലോഗ്സ് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാനിപ്പോൾ ആദ്യമേ കടുവറുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പം നമുക്ക് മാങ്ങയായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ എണ്ണ ചൂടായി കഴിഞ്ഞാൽ മാങ്ങ കുഴഞ്ഞു പോകും കേട്ടോ. അപ്പം മാങ്ങ നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ കടുവറുത്ത് വയ്ക്കുന്നത്. അപ്പോൾ എണ്ണ നല്ല തണുത്തിരിക്കുന്നതുകൊണ്ട് മാങ്ങ കുഴഞ്ഞു പോകാതെ നമുക്ക് കിട്ടും. നമ്മളിപ്പോൾ ഇന്ന് ഈ പിക്കിളിടുകയാണെങ്കിൽ പിറ്റേ ദിവസമേ നമ്മളത് ഫ്രിഡ്ജിൽ വെക്കാവുള്ളൂ. പിന്നെ ഇതിൽ നമ്മൾ വിനീഗറൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അതുകൊണ്ട് അടുത്ത ദിവസം തൊട്ട് നമ്മൾ യൂസ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു ദിവസം ഒന്ന് പുറത്തിരിക്കുമ്പോഴത്തേക്കും അതിൽ ആ ഉപ്പും മുളകും ഒക്കെ നല്ലതുപോലെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ മാങ്ങാക്കറി. മുളക് വറുത്തെടുക്കാമേ. അതിന് വേണ്ടി വേറൊരു ചീനച്ചട്ടിയിലോട്ട് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ട് ഞാനിപ്പോൾ ഇവിടെ 12 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അത് പിന്നെ കുറച്ച് ഉലുവ, ഒരു അര സ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. മാങ്ങയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് മുളകിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരുത്താം. മാങ്ങ കുറച്ചേ ഉള്ളൂവെങ്കിൽ കുറച്ചും കൂടെ എരി കുറവ് മതിയെന്നുണ്ടെങ്കിൽ മുളകിൻ്റെ എണ്ണം കുറയ്ക്കാമേ. ഇല്ല മാങ്ങ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ അതനുസരിച്ച് മുളകിൻ്റെ എണ്ണം കൂട്ടാം. അപ്പോൾ വറുത്ത് അതൊന്ന് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് ഇതൊന്ന് നല്ലപോലെ പൊടിച്ചെടുക്കുന്നുണ്ട്. ഒത്തിരി അങ്ങ് ഫൈൻ പൗഡർ ആവണ്ട, ഒരു ചെറിയ തരിയായിട്ടുള്ള രീതിക്ക് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ മുളകൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും ഒരു ചെറിയ തരിയോടുകൂടി അങ്ങനെ പൊടിച്ചെടുക്കുന്നതായിരിക്കും കുറച്ച് ടേസ്റ്റ് കൂടുതൽ. ഇനി ഇത് നമുക്ക് ആ ഉപ്പിട്ട് വച്ചേക്കുന്ന മാങ്ങയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാമേ. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ മിക്സ് എല്ലാം നല്ലപോലെ എടുത്തിട്ട് മാങ്ങയിലോട്ട് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം. പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആ കടുവറുത്ത് വച്ചില്ലേ എണ്ണ, അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഗൈസ്, നിങ്ങളെല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാമേ. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ശരി ഗൈസ്, പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.